ഹായ് എവ്രിവൺ, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കൂടുതലും ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത് രാത്രിയിലാണ് കേട്ടോ. നമ്മൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. കാരണം എനിക്ക് ഓഫീസിൽ വിട്ട് വരാൻ ലേറ്റ് ആവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പോക്ക്. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് സഫാരി മോളിലാണ്. അബൂഹമ്മറിലുള്ള സഫാരി മോളിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മോളിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഫുഡ് കോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം MRIയിൽ നിന്ന് നമ്മൾ ചായയും അതുപോലെ സ്നാക്കും മേടിച്ചു. പിന്നെ എനിക്ക് പാവ് ബജി കഴിക്കാൻ തോന്നിയിട്ട് അങ്ങനെ പാവ് ബജി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മുകളിൽ തന്നെ ക്ലിയറൻസ് സെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ചോപ്പർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ചോപ്പർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് നാളായി ചോപ്പർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചോപ്പർ ഓഫറിൽ ഇരിക്കുന്നുണ്ട്. ഈ ബ്ലൂ 149 റിയാലും ഈ വൈറ്റ് 29 റിയാലും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ വൈറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മേടിച്ചിട്ട് ഇപ്പോൾ ഇതാ താഴേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെപ്പോഴും ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇങ്ങനെ ഓരോ റാക്കിലൂടെയും പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കലാണ്. അപ്പോൾ സഫാരിയിൽ എപ്പോഴും ഈ ഒരു സെൻട്രലായിട്ട് അവരിങ്ങനെ ഓഫറിലുള്ള സാധനങ്ങൾ വെക്കും. അപ്പോൾ നമ്മൾ ആദ്യം അത് നോക്കിയിട്ടാണ് എടുക്കൽ. കാരണം നമ്മൾ പിന്നെ അവിടെ നിന്ന് റാക്കിൽ പോയി എടുക്കുന്നതിലും എളുപ്പം അതാണല്ലോ. നമ്മൾ ഓഫറിൽ സാധനങ്ങൾ ഇരിക്കുമ്പോൾ അത് ഫസ്റ്റ് നോക്കിയിട്ടാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. കാരണം പാത്രങ്ങളൊക്കെ എപ്പോഴും ഓഫറിലിടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു നൈഫിൻ്റെ സെറ്റിന് 13 റിയാലേ ഉള്ളൂ. പക്ഷേ ഇത്രയും നൈഫ് നമുക്ക് ആവശ്യമില്ല. എനിക്ക് ഒരു നൈഫ് വേണമായിരുന്നു കുഞ്ഞത്. പക്ഷേ ഇത്രയും നൈഫ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നാട്ടിൽ പോകുന്നുമില്ല. അപ്പോൾ പിന്നെ അത് മേടിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ സ്പൈസ് മിക്സൊക്കെ വേണമായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ലിസ്റ്റൊന്നും എഴുതി കൊണ്ടുവരാറില്ല കേട്ടോ. നമ്മൾ ഓരോ റാക്കിലൂടെയും പോയിട്ട് ആവശ്യമുള്ളത് നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മേടിക്കലാണ്. പിന്നെ ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ട് നമുക്ക് ഫുൾ ചിക്കൻ എടുത്തിട്ട് അവിടെ കൊടുത്താൽ മതി. അവർ എന്നിട്ട് മീഡിയം പീസോ നമ്മുടെ സൈസ് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവരതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് തരും. പിന്നെ ഫിഷ് നമ്മൾ കിങ് ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഞാൻ കൂടുതലും ഇപ്പോൾ ഓൺലൈനായിട്ടാണ് കേട്ടോ മേടിക്കൽ. കാരണം ഇങ്ങനെ നമുക്ക് പെറുക്കി എടുത്തുകൊണ്ടിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും ഇപ്പോൾ തസ്വീക്കിലാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഫ്രൂട്ട്സ് വെജിറ്റബിൾസും കിട്ടുകയും ചെയ്യും. നമുക്ക് ഇത്ര പാടുപെടുകയും വേണ്ടല്ലോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മെനു കണ്ടത് പുട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല വെറൈറ്റി ടൈപ്പ് ഓഫ് പുട്ടൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മീഡിയം പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ജീരകശാല അരി മേടിച്ചതാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നത് ഈ അരി വെച്ചിട്ടാണ്. പിന്നെ ഇത് പുതിയൊരു സംഭവമാണ് കേട്ടോ, ജാക്മി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കുറേ നമ്മുടെ നാടൻ സംഭവങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ചക്ക വരട്ടിയത്, ചക്കപ്പഴം, മറ്റേ കപ്പയും ചമ്മന്തിയും, അതുപോലെ തന്നെ കുമ്പിളപ്പം, എന്തൊക്കെയോ ഉണ്ട്, കറികളൊക്കെ ഉണ്ട് കേട്ടോ. ചക്കക്കുരു മാങ്ങയും കറിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇലയുടെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് നല്ലതായിരുന്നു ആ ഒരു ബ്രാൻഡ്. പിന്നെ ബട്ടറും പ്ലെയിൻ പൊറോട്ട, ഇത് ഐഡിയുടെ പൊറോട്ടയാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3 പാക്കറ്റിന് ഓഫർ ഉണ്ടായിരുന്നു 10 റിയാലായിട്ട്. അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഷോപ്പിങ്ങിന് വരുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന ഓഫറിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ ബ്രോഷർ മേടിക്കുക, അല്ലെങ്കിൽ ഞാൻ കൂടുതലും D4D എന്നുള്ള ഒരു ആപ്ലിക്കേഷനിൽ ഖത്തറിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിൻ്റെയും ഓഫറുകൾ കാണിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് ഷോപ്പിങ്ങിന് വരാറ് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാലുള്ള പിന്നത്തെ ഒരു മെയിൻ പരിപാടി ഇത് അടുക്കി പെറുക്കി വെക്കലാണല്ലോ. ഇതിൻ്റെ അതാത് സ്ഥാനങ്ങളിലെല്ലാം എടുത്ത് വെച്ചാലാണ് നമുക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാലുള്ള ടാസ്ക് ഈ എല്ലാ കവറുകളും ചുമന്ന് മേളിൽ കയറ്റൽ തന്നെയാണ് ഒരു ടാസ്ക്. അപ്പോൾ അതാ ഞാൻ മുട്ട എടുത്ത് വെക്കുകയാണ്. അപ്പോൾ മുട്ട 1-2 പൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ 1 വീക്കിലേക്കുള്ളതാണ് കേട്ടോ മേടിക്കൽ. ഒരുപാട് മേടിച്ച് വെച്ചാൽ ചീത്തയാവുമല്ലോ. അപ്പോൾ കൂടുതലും ഇങ്ങനെ അവിയൽ പാക്കറ്റ് അല്ലെങ്കിൽ സാമ്പാർ പാക്കറ്റായിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ മേടിക്കും. അപ്പോൾ നമുക്ക് കുറേ വെജിറ്റബിൾസ് അതിലുണ്ടാവും. നമ്മൾ ഈ ഓരോന്ന് പെറുക്കിക്കൊണ്ടിരിക്കുന്നതിലും എളുപ്പമാണ്. നമുക്ക് കുറേ വെജിറ്റബിൾസ് വേണ്ടത് ഇപ്പോൾ സാമ്പാർ വയ്ക്കാനൊക്കെ ആണല്ലോ.
അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ മേടിക്കലുണ്ട്. പിന്നെ നാരങ്ങയും തക്കാളിയൊക്കെ ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ വെക്കൽ. നല്ലതാണ്, പെട്ടെന്നൊന്നും ചീത്തയാവില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ ഞാൻ കഴുകാറൊന്നുമില്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് കഴുകുന്നത്. കഴുകി ഉണക്കി എടുത്ത് വെക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുമ്പോഴേ വാഷ് ചെയ്യാറുള്ളൂ. ചിലരങ്ങനെ ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യലില്ല. പിന്നെ ഞാൻ മല്ലിയില, കറിവേപ്പില, പുതിനയിലയൊക്കെ ഇങ്ങനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇതിൽ ടിഷ്യൂ വെച്ചിട്ട് വെച്ചാൽ മതി. ഒത്തിരി നാൾ നിൽക്കും, ഒരു 2 ആഴ്ചയൊക്കെ എന്തായാലും കേടില്ലാണ്ട് നിൽക്കും. മിൻറ്റ് അത്ര അങ്ങ് നിൽക്കാറില്ല കേട്ടോ. മിൻറ്റ് പെട്ടെന്ന് ചീത്തയാവലുണ്ട് നമ്മൾ എത്ര ടിഷ്യൂ ഇട്ടിട്ട് വെച്ചാലും. പുതിനയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ ഇരിക്കും. പച്ചമുളകും ചീത്തയൊന്നും ആവാണ്ടിരിക്കലുണ്ട്. അപ്പം ഞാൻ പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയാണ് ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇതിൽ ചീത്തയായിട്ടുള്ള ഇലകൾ നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ ചീത്തയായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയിട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ മഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിയിട്ട് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് മറ്റിലയിലേക്കും സ്പ്രെഡാവും. അപ്പോൾ ചീത്തയായിട്ടുള്ള ഇലകൾ അതുപോലെ തന്നെ പഴുത്ത ഇലകളൊക്കെ മാറ്റിയിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ കറി ലീവ്സ് ഞാൻ ഇല പറിച്ചിട്ടാണ് കേട്ടോ ഇടല്, തണ്ടോടുകൂടി ഇല വയ്ക്കുന്നത്. അതിൽ നിന്ന് ഇല ഇങ്ങനെ ഊരിയിട്ട് ഇല മാത്രമായിട്ടാണ് വെക്കലുള്ളൂ. കറി ലീവ്സൊക്കെ 2 ആഴ്ച വരെയൊക്കെ എന്തായാലും ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഇതിൽ ചീത്തയായിട്ട് ഇലകൾ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ അങ്ങ് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അത് മറ്റേതിലേക്ക് അങ്ങ് സ്പ്രെഡ് ആവാണ്ട് നമുക്ക് കുറച്ച് നാൾ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നോരോന്ന് അതിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കലൊരു വലിയ ടാസ്ക് തന്നെയാണ്. നമുക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഗ്രാൻഡ് പർച്ചേസിനൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ. പക്ഷെ അതെല്ലാം അതിൻ്റേതായ സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. എല്ലാം ഇങ്ങനെ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ അതാ ഞാനിപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോപ്പറാണ് കേട്ടോ ഞാൻ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സഫാരിയിൽ ഓഫറിൽ കിട്ടിയതാണ്. 29 റിയാലാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ബ്ലൂ ഉണ്ടായിരുന്നു, അത് ചില്ലാണ്. ഇത് ഫൈബർ തന്നെയാണ്. മറ്റേ ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ബ്ലൂ, അതിൻ്റെ നമ്മൾ താഴെയുള്ള ഭാഗം ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുക്കാണ്ടിരുന്നത്. ഒന്നാമത് ഇപ്പോൾ കുഞ്ഞൊക്കെ ഉള്ള കാരണം നമുക്ക് പാടാണ്, എടുത്തു വെക്കുന്ന എല്ലാ ആളെടുത്ത് നിരത്തുന്നുണ്ട്. അപ്പോൾ എങ്ങാനും ഇനി പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് തന്നെ മേടിച്ചത്. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. 2 ബ്ലേഡായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിന് ചെറിയൊരു സ്പേസും മതി, മറ്റേത് കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. അപ്പോൾ പിന്നെ 29 റിയാൽസാണ് ഇതിന്, മറ്റേതിന് 49 റിയാൽസാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇതങ്ങ് മേടിച്ചത്. നല്ല ചോപ്പറാണ് കേട്ടോ, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരുന്നുമുണ്ട് കേട്ടോ.
അപ്പോൾ എന്താ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.